ഹലോ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റാൽഫ് വാൽഡോ എമേഴ്സൻ്റെ ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. റാൽഫ് വാൽഡോ എമേഴ്സൺ ഒരു അമേരിക്കൻ എസ്സയിസ്റ്റാണ്. ട്രാൻസെൻഡലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ലീഡിംഗ് ഫിഗറാണ് ഇദ്ദേഹം. അതുപോലെ ട്രാൻസെൻഡലിസ്റ്റ് മാഗസിൻ ദി ഡയലിൻ്റെ ഫൗണ്ടറുമാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന ഗിഫ്റ്റ്സ് എന്ന് പറയുന്ന എസ്സേ പബ്ലിഷ് ചെയ്തത് 1844 ഇറ്റ് വാസ് വൺ ഓഫ് ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു ദി ഡയൽ. ഗിഫ്റ്റ്സ് എന്ന എസ്സേ സെൽഫ്ലെസ് ആയി കൊടുക്കുന്ന ദാനത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ്. ഒരു വ്യക്തി മറ്റുള്ളവരിൽ നിന്നുള്ള സ്നേഹത്തിനായി കൊതിക്കുന്നു. ആളുകൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അവർ അവന് സമ്മാനങ്ങൾ നൽകുന്നു. സ്നേഹം ഡിസപ്പിയർ ആകുമ്പോൾ സമ്മാനങ്ങൾ വരുന്നത് അവസാനിക്കും. സച്ച് മെൽറ്റിംഗ് അവേ ഓഫ് ലവ് ഈസ് അൺഫോർച്ചുനേറ്റ് ആൻഡ് ഇറ്റ് ഷുഡ് പുട്ട് ദി ഗിഫ്റ്റ് ഗിവർ ടു ഷെയിം. അങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ ഡിസപ്പിയറിങ് നിർഭാഗ്യകരമാണ്. അത് സമ്മാനം നൽകുന്നയാളെ ലജ്ജിപ്പിക്കും. സ്നേഹത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ അണ്ടർലൈൻ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് ഇത്. ലോകം ബാങ്ക്രപ്സിയിൽ ആണെന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് എമേഴ്സൺ എസ്സേ ആരംഭിക്കുന്നത്. കാരണം ലോകം തനിക്ക് നൽകാനാകുന്നതിനേക്കാൾ കൂടുതൽ പണം നൽകുന്നു. ഈ ലോകത്ത് സമ്മാനങ്ങൾക്കും സമ്മാനങ്ങൾ നൽകുന്നവർക്കും നിത്യമായ ഷോർട്ടേജ് ഉണ്ട്. ക്രിസ്മസ്, ന്യൂ ഇയർ കാലഘട്ടങ്ങളിൽ ആളുകൾക്ക് സമ്മാനങ്ങൾ നൽകാനുള്ള ആഗ്രഹം അനുഭവപ്പെടുന്നു. എന്താണ് സമ്മാനം നൽകേണ്ടതെന്ന് തീരുമാനിക്കുക എന്നതാണ് മിക്കവരും അനുഭവിക്കുന്ന പ്രശ്നം. അതുകൊണ്ട് തിരഞ്ഞെടുക്കുന്നത് ഒരു തടസ്സമാണെന്ന് എമേഴ്സൺ പറയുന്നു. ഗിഫ്റ്റ് ഐറ്റംസിൽ ജുഡീഷ്യസ് സെലക്ഷൻ അല്ലെങ്കിൽ വിവേകപൂർണമായ തിരഞ്ഞെടുപ്പ് സമ്മാനം നേടുന്നവരിൽ ഓർ ഇൻറ്റൻറ്റ് റിയാക്ഷൻ ഇവോക്ക് ചെയ്യാൻ പറ്റും. ഗിഫ്റ്റ്സിൽ മെക്കാനിക്കൽ സെലക്ഷൻ അല്ലെങ്കിൽ യാന്ത്രികമായി തിരഞ്ഞെടുക്കുന്നത് ഗിഫ്റ്റ് സ്വീകരിക്കുന്നവരിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കില്ല. ഓതറിന് 2 ഒബ്വിയസ് ചോയ്സസ് ആണ് ഉള്ളത്. ഒന്ന് ഫ്ലവേഴ്സ്, അതായത് ഫ്ലവേഴ്സ് നേച്ചറിൽ ഏറ്റവും ഉയർന്നതും മോസ്റ്റ് ചാർമിങ് ഓഫറിങ്സുമാണ് ഈ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. മോസ്റ്റ് ചാർമിങ് ആയിട്ടുള്ള ഓഫറിങ്സിനെ പ്രതീകപ്പെടുത്തുന്നു. ഫ്ലവേഴ്സ് എപ്പോഴും അതിൻ്റെ സൗന്ദര്യവും വൈവിധ്യവും കൊണ്ട് നമ്മളുടെ മനസ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നു. ഒരു തരത്തിൽ പൂക്കൾ സൂക്ഷ്മമായ രീതിയിൽ നമ്മെ ആഹ്ലാദിപ്പിക്കുന്നു. രണ്ടാമത്തത് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് ഒരു പരിധിവരെ സമ്മാനമായി നൽകേണ്ട മനോഹരമായ ഐറ്റമാണ് ഫ്രൂട്ട്സ്. ആളുകൾ ഫ്രൂട്ട്സിൻ്റെ ചെരീഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിലമതിക്കുന്നത് കാരണം ഇത് കുട്ടികൾക്കുള്ള നേച്ചറിൻ്റെ ബെസ്റ്റ് ഓഫറിങ്സ് ആണ്. ഒരു ഫ്രൂട്ട് ഗ്രോവർ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് വളർത്തുന്ന ആൾ അയാളുടെ ഫ്രൂട്ട് ബാസ്ക്കറ്റ് തൻ്റെ മുതുകിലിൽ ചുമന്ന് ഒരുപാട് ദൂരം നടന്ന് തൻ്റെ സുഹൃത്തിന് ഗിഫ്റ്റ് ചെയ്താൽ ആ അധ്വാനം സ്വീകർത്താവിൻ്റെ അല്ലെങ്കിൽ റെസിപ്പിയൻ്റെ സെൽഫ് ഇമ്പോർട്ടൻസിനെ എൻഹാൻസ് ചെയ്യുന്നു. പിന്നീട് എമേഴ്സൺ പറയുന്നത് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളാണ് ആദ്യത്തേത് ആഗ്രഹം. അതായത് ഒരു ബെയർ ഫൂട്ടഡ് പേഴ്സണ് ഒരു ജോഡി ഷൂ ഗിഫ്റ്റ് ചെയ്താൽ അവൻ്റെ ഹൃദയം സന്തോഷത്താൽ നിറയുന്നു. കാരണം അവനൊരു ജോഡി ഷൂസിനെ കൊതിച്ചു. അതിനാൽ സാധാരണ ഡേ ടു ഡേ ഐറ്റംസ് ഗിഫ്റ്റ് ഐറ്റം അല്ല എന്ന് ചിന്തിക്കരുത്. അടുത്തത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏതൊരു മനുഷ്യനും ഒരു ഗിഫ്റ്റ് ഐറ്റം തിരഞ്ഞെടുക്കാൻ കൺസിഡർ ചെയ്യുന്ന മറ്റൊന്ന് അവൻ്റെ ഹോബീസ് ഓർ ഡിസൈഴ്സ് ആണ്. ആഗ്രഹത്തിന് ചേരുന്ന ഏതാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇതൊരു മ്യൂസിക് സ്റ്റുഡൻറ്റിന് ഒരു ഗിറ്റാർ പ്രസൻറ്റ് ചെയ്യുന്നത് പോലെയോ ഒരു യങ് ലാംഗ്വേജ് ലേണറിന് ഒരു ഡിക്ഷണറി നൽകുന്നത് പോലെയോ ആണ്. മോതിരവും ജുവൽസും നമ്മൾ തന്നെ വലിയ വില കൊടുത്ത് വാങ്ങുന്ന വളരെ ഹൈ വാല്യൂ ഐറ്റംസ് ആണ്. അവർ വ്യക്തിപരമായ വികാരമോ ത്യാഗമോ ഒന്നും അറിയുന്നില്ല. ഒരിടയൻ തൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരുന്നത്, ഒരു കർഷകൻ തൻ്റെ വിളവെടുപ്പിൻ്റെ ഒരു ഭാഗം കൊണ്ടുവരുന്നത്, അത്തരം സമ്മാനങ്ങൾ ഊഷ്മളമായും സന്തോഷത്തോടെയും വാല്യൂ ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. പണമൂല്യത്തിൻ്റെ കാര്യത്തിൽ അത്തരം സമ്മാനങ്ങൾ നിസ്സാരമായിരിക്കാം, എന്നാൽ സ്വീകരിക്കുന്നവർക്ക് അത് അമൂല്യമാണ്. അത്തരം ഗിഫ്റ്റുകൾ ഹൃദയത്തെ സ്പർശിക്കുന്നു. അടുത്ത പോയിന്റിൽ പറയുന്നത് ഗിഫ്റ്റുകൾ സ്വീകരിക്കുന്നത് മറ്റൊരു അപകടമുണ്ട് എന്നാണ്. ആരെങ്കിലും നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നാൽ അവനിൽ നിന്ന് മറ്റൊന്ന് എടുക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഗിഫ്റ്റിൻ്റെ ഗോൾഡൻ പ്രിൻസിപ്പിളാണ്. ആളുകൾ അവരുടെ എല്ലാ ആവശ്യങ്ങളും അവർക്ക് ഗിഫ്റ്റായി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗിഫ്റ്റ് സ്വീകരിക്കുമ്പോൾ നമ്മുടെ വികാരങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യണം. സമ്മാനം സ്വീകരിക്കുന്ന ഒരാൾ താൻ നൽകിയ സമ്മാനത്തേക്കാൾ വ്യക്തിയെ സ്നേഹിക്കണം. ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റിൽ പറയുന്നത് സ്നേഹമാണ് സമ്മാനങ്ങളുടെ ദൈവം. സ്നേഹം വാങ്ങാനും വിൽക്കാനും കഴിയില്ല. സ്നേഹം സേവനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ആളുകൾ നിങ്ങളുടെ സർവീസസ് ആപ്പിൾ പോലെ ഭക്ഷിക്കുകയും നിങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവരെ സ്നേഹിക്കുക. അവർ നിങ്ങളെ അനുഭവിക്കുകയും എപ്പോഴും നിങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ലവിൻ്റെ സൂചികയാണ്, ഇൻഡെക്സ് ആണ് സമ്മാനം അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ ചാപ്റ്റർ. താങ്ക് യു.